Sevens Golden Diamonds, Ermalur, Vadadala. കേരളം UDF തൂക്കി 102 സീറ്റുകളുടെ ഭൂരിപക്ഷത്തോടെ UDF അധികാരത്തിൽ. BJP അക്കൗണ്ട് തുറന്നു. തുടർഭരണത്തിന് ശേഷം മൂന്നാം ഭരണത്തിനായി ഇറങ്ങിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സംസ്ഥാനത്ത് കനത്ത തിരിച്ചടി. കേരളം UDF തൂക്കി 102 സീറ്റുകളുടെ പിൻബലത്തോടെയാണ് കേരളത്തിൽ UDF അധികാരത്തിലേക്ക് എത്തുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടക്കം മുതൽ പറയുന്ന കാര്യമായിരുന്നു 100-ലേറെ സീറ്റുകൾ ലഭിക്കുമെന്ന്. അത് യാഥാർത്ഥ്യമാവുന്ന സാഹചര്യമാണ് കേരളത്തിലുണ്ടായത്. കേരളത്തിൽ UDFന്റെ സുനാമി എന്ന് തന്നെ വേണമെങ്കിൽ പറയാവുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടം പോലെയുള്ള മണ്ഡലത്തിൽ 6 റൗണ്ടിലും പിന്നോക്കം പോയത് വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനോടുള്ള ജനങ്ങളുടെ വിരോധമാണ് ഇതിന് കാരണമെന്നാണ് UDF നേതാക്കൾ പറയുന്നത്. അതേസമയം LDF 35 സീറ്റിലൊതുങ്ങി. LDFന്റെ ഘടകകക്ഷികളിൽ ഭൂരിഭാഗവും സംഭൂച്ചിരായി മാറുന്ന സാഹചര്യമായിരുന്നു. CPM-ന് പുറമെ CPI 8 സീറ്റിലും RJD 1 സീറ്റിലും മാത്രമാണ് വിജയിച്ചത്. NCP, കേരള കോൺഗ്രസ് B, ISJD തുടങ്ങിയ ഘടകകക്ഷികളെല്ലാം സംഭൂജിരായി മാറുന്ന സാഹചര്യമാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. തിരിച്ചടി മനസ്സിലാക്കി മുന്നോട്ട് വരുമെന്നാണ് ഇടതുപക്ഷം പറയുന്നതെങ്കിലും ഇത്രയും കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ മുന്നണിക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതേസമയം കേരളത്തിൽ പൂട്ടിയ അക്കൗണ്ട് പൂർവാധികം ശക്തിയോടെ BJP തുറക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. 3 ഇടങ്ങളിലാണ് BJP വിജയിച്ചത്. നേമത്ത് സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രശേഖരൻ 4294 വോട്ടുകൾക്കാണ് വിജയിച്ചത്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൂടിയായ V ശിവൻകുട്ടിയാണ് പരാജയപ്പെടുത്തിയത്. കഴക്കൂട്ടത്ത് 425 വോട്ടുകൾക്ക് മുൻ കേന്ദ്രമന്ത്രി കൂടിയായ V മുരളീധരൻ വിജയിച്ചു. ചാത്തന്നൂരിൽ 4398 വോട്ടുകൾക്ക് BB ഗോപകുമാർ NDAയുടെ വിജയം നേടി. കഴക്കൂട്ടത്തും നേമത്തും CPM-ന്റെ സിറ്റിംഗ് സീറ്റാണ് BJP പിടിച്ചെടുത്തതെങ്കിൽ ചാത്തന്നൂരിൽ CPI-യുടെ സീറ്റാണ് BJP പിടിച്ചെടുത്തത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭൂരിഭാഗം തോൽവി ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ, കൊച്ചി.